വാ നമുക്കിന്നൊരു പുതിയ ഡെക്കോർ ഐറ്റം, അതായത് ഒരു ഫ്ലവർ പോട്ട് തയ്യാറാക്കാം. ഇവിടെ നമ്മളിത് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 2 വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ്. ഒന്ന്, ഈ എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുമല്ലോ, ഈ ഒരു പെയിൻറ്റ് തീർന്ന ഏതെങ്കിലും മൂലയ്ക്ക് ആക്രിക്ക് കൊടുക്കാനൊക്കെ ഇട്ടേക്കുന്ന ഒരു പെയിൻറ്റ് പാട്ട. വാ എടുത്തുകൊണ്ട് പോര്, നമുക്കതുകൊണ്ടൊരു ഗുണമുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. ഇവിടെ ബ്ലാക്ക് കളർ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം ആ ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് വെച്ച് അതിനെ ഒന്ന് ഫുൾ കോട്ട് ചെയ്തെടുക്കണം. രണ്ടാമത്തെ വേസ്റ്റ് മെറ്റീരിയൽ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചിരട്ടയാണ്. എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ചിരട്ട, തേങ്ങ ഉപയോഗിക്കാത്ത വീട് കാണത്തില്ലല്ലോ. നമ്മുടെ മലയാളികൾ എന്തായാലും തേങ്ങ ഉപയോഗിക്കാത്ത കറി കൂട്ടത്തില്ലല്ലോ. അപ്പം എന്തായാലും തേങ്ങയില്ലാത്ത വീടും കാണില്ല. തേങ്ങ ഉണ്ടെങ്കിൽ എന്ത് കാണും? ചിരട്ട കാണും. അപ്പോൾ പിന്നെ നമുക്ക് ആ ചിരട്ടയെ ഇത് ഉണക്ക് 4-5 വെട്ടി ഇതാ ഇതുപോലുള്ള കുഞ്ഞു പീസുകളാക്കാം. എന്നിട്ട് അതിനെ അറഞ്ചും പുറഞ്ഞും അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം നല്ല രീതിയിൽ. അതായത് ഒരു അളവ് ഒരേ സൈസ് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തമ്മിൽ കൂട്ടിമുട്ടാത്ത ഒരു ചെറിയ സ്പേസ് ഇട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ ഫ്ലവർ പോട്ടിൻ്റെ ഒരു 75% ഓക്കെ ആയി. ഇനി നമുക്കിതാ കുറച്ച് കുത്തൂടി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പെർസെൻറ്റേജ് ഓക്കെ ആക്കി ഒരു 100% ഫ്ലവർ പോട്ട് തയ്യാറാക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ പരിപാടി. ഭയങ്കര സിമ്പിളായിട്ട് എടുത്തുകൂടെ? വേസ്റ്റ് മെറ്റീരിയലാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുമാണ്. ഇതൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വരുന്ന ഗസ്റ്റ് ആണെങ്കിലും അതിനകത്ത് തന്നെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ്, എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.